ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് സംഭവങ്ങളാണ്. അത് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ അതിൻ്റെ ആ ഒരു ഇമ്പ്രഷൻ കളയണില്ല. കുറച്ച് ഓറാസ് അത്രയും ഞാൻ പറയണുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോകാം ഗൈസ്. കം ഓൺ. ഫസ്റ്റ് ഡിഫൈൻ ആൻസർ വീഡിയോ ആയിട്ടാണ്. വീഡിയോ കുറച്ച് പേരുണ്ട്. ഏതായാലും ഫീല് നമ്മുടെ മോളിവുഡിലുണ്ടല്ലോ, 2 ഐറ്റംസില് പോയ പോക്ക് എഴുന്നേറ്റുണ്ടോ, ഓട്ടോമാറ്റിക് നമ്മൾ എഴുന്നേറ്റ് പോകും. അതുപോലെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് കുറെ നാളായിട്ട് മിസ്സിംഗ് ആണ്. സമാനതകളില്ലാത്ത മമ്മൂട്ടി എപ്പോഴും ഉദാഹരിക്കാറുണ്ട്. പക്ഷെ മമ്മൂട്ടിക്ക് ഒരു ഉദാഹരിക്കാൻ ആരുമില്ല. മമ്മൂട്ടി തന്നെ. Yeah, I mean, look at what Mammootty sir is doing right now. Look at the films he's doing. And I thought, wow, we are in for a treat. Always enthusiastic about giving new content. It's unbelievable what he's doing. So to have played a gay man for the biggest superstar in Malayalam cinema. How many Hindi film actors will do those kind of experiments? I have to mention this about him. I've worked with almost all the superstars. I think he's a real hero. I was like, I've never been afraid of an actor's teeth before. I was like completely stunned. The way Mammootty stares into a mirror, it's a stunning scene rendered by a stunning actor. He can be an Anpagal Nerathu Mayakam in a village where, he becomes somebody else, and he can be that Kadal guy who's very quiet. But even at his younger peak, there was always a Vijayan or Amram. Ladies and gentlemen, you are watching a master at work. 99 വയസ്സാനാലും കണ്ണുകൾ ഒன்று പോതും നിങ്ങൾ ഹീറോവാக നടിക്ക. ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹം ചെയ്യുന്ന റോളുകൾ ചെയ്യാൻ പ്രാപ്തനല്ല ഞാൻ. കഥാപാത്രങ്ങളുടെ ഒരുപാട് വേരിയേഷൻസ് അദ്ദേഹത്തിനുണ്ടാവും. മമ്മൂട്ടിയുള്ള ഒരു ആക്ടർക്ക് നല്ല റേഞ്ച് ഉണ്ട്. This man can do anything. He has done everything. ஒரு ஷார்ட்ல அப்படி ஒரு அந்த எமோஷனை கன்வே பண்றது മമ്മൂട്ടി സാറാണ് மட்டும்தான் அந்த க்ளோஸ் அப்ல அப்படி நடிக்க முடியும். നമ്മൾ 1 ഇഞ്ച് സ്പർശിച്ചാലും 1000 അടി താഴേക്ക് കുഴിച്ചു ചെന്നാലും അഭിനയ സമൃദ്ധമായ ഭൂമിയാണ് മമ്മൂട്ടി എന്നതാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് കുറെ നാളായിട്ട് എന്താണ് ലെജൻഡ്. I think I know who is back. രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തിരുന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. രാജാവ് തിരിച്ചു വന്നു. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. മോനെ, ഈ വീഡിയോ ആര് എഡിറ്റ് ചെയ്താലും ആ വീഡിയോ തീക്കനം, ഒരു രക്ഷയില്ല, അടിപൊളിയുണ്ട്. റൊമാൻറ്റിഫിക്കേഷൻ. അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് വരാം. എല്ലാവരും ഉണ്ട്.
നിങ്ങൾ ഇപ്പൊ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മിയും ശത്രു ഞാൻ തന്നെയാണ്. പേര് നടേശൻ. എന്റെ ദൈവമേ മണിച്ചേട്ടാ, എന്റെ ദൈവമേ മണിച്ചേട്ടൻ ഒരു എന്താ പറയണേ, ഒരു ജെമ്മായിരുന്നു, ജെമ്മ്. പക്ഷെ നഷ്ടപ്പെട്ടു പോയി. ഇത് ചെയ്യാനല്ലേ. ആൾക്ക് ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അപ്പോഴേ ചെയ്തു വെച്ചാണ് ക്യാരക്ടേഴ്സ്. എൻ്റെ ദൈവമേ, ഇപ്പൊ കണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് എന്ത് പറയാൻ വാക്കുകളില്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനായിരുന്നു. ഭയങ്കര ഇഷ്ടമുള്ള നടനായിട്ടല്ല, ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു മണിച്ചേട്ടൻ. മിസ്സായി. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്തത് ദിലീപേട്ടൻ. പോലീസുകാർ വന്ന് ചോദിച്ചപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഇനി എന്നൊന്നും ചെയ്യുന്ന ഞാൻ ഈ കരയുടെ ക്ഷാമല്ലോ, നീയെങ്കിലും ഒന്ന് പറഞ്ഞാലും. ബംഗാളിന്റെ നമ്പ്യാന്ന് പറയാ ബോസ് പോയി കിടക്കും. പച്ചക്കറി ഇതൊക്കെ എങ്ങനെയാ, ഇതൊക്കെ ഞാൻ എൻ്റെ ഉള്ളിലെ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഫീലായെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു രക്ഷയില്ല. പൊന്നിലാലേട്ടാ, മമ്മൂക്ക, മണിച്ചേട്ടാ, വി മിസ് യു. അതുപോലെ തന്നെ ദിലീപേട്ടാ, നിങ്ങളെല്ലാവരും മലയാള സിനിമയുടെ മുത്തുകളാണ്, മുത്തുകൾ. അയ്യോ, എങ്ങനെ പറഞ്ഞു തരും. ഇനിയുണ്ട് 2-3 വീഡിയോ കൂടി ഉണ്ട്, നമുക്ക് തകർക്കാം. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ സ്ക്രിപ്റ്റൊന്നുമില്ല, കുറച്ച് നമുക്കുള്ള സിനിമ അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു. ട്വീറ്റ് ചെയ്യുന്നത് ഫുൾ ഫ്രീഡം. മറ്റേ സിനിമ വെള്ളാനകളുടെ നാട്. ഇത് സ്ക്രിപ്റ്റ് ഒന്നും കൊടുക്കാണ്ടാണ്. ലാലേട്ടൻ ഓരോ എക്സ്പ്രഷനും അടിപൊളിയാ. ഈ കൊടയെടുത്ത് കൊടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിൽക്കാനായിട്ട്. റോഡ് റോളർ നിൽക്കാൻ വേണ്ടിട്ട് കൊട ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിന്റെ ഫ്രണ്ടിൽ പോയി കിടക്കുന്നുണ്ട്. ഇതൊന്നും സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ആള് തന്നെ ചെയ്തതാ. എന്റെ മോനെ, എന്താണ് പറയാ. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ ഹരികൃഷ്ണൻ ആ നോട്ടം. മോനെ, ഇത് ആ സിനിമ കാണുമ്പോ ആ ഒരു ഫീല്, അത് വേറൊരു ഫീല്. പക്ഷെ ആ BGM മാറുമ്പോ കണ്ടോ, BGM എൻ്റെ പൊന്നോ. നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് പോകാം. നെക്സ്റ്റ് ആക്ഷൻ പറയുമ്പോഴത്തേക്കും ആള് വേറെ. ഇത്ര നേരം കണ്ടത് ആളല്ല. ഞാനിതൊന്നും പറയാനായിട്ട് ആരുമല്ല, എന്നാലും എനിക്ക് കിട്ടുന്ന ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഫീലിങ്സ് അത് നിങ്ങളെയും കൂടെ ഞാൻ ഷെയർ ചെയ്തങ്ങ് തന്നു. ആ ഓറ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തങ്ങ് തന്നു എന്ന് ഓർത്തു അല്ലേ. മലയാള സിനിമ തീ തീ തീ. അടുത്ത വീഡിയോ ഞാൻ കണ്ടടോ എൻ്റെ പഴയ മോഹൻലാലിനെ.
ഒരു രക്ഷയില്ല, ടോപ്പ് ടു ബോട്ടം. കിട്ടില്ലെന്ന് വെച്ചാൽ എന്താ പറയാ, പഴയ മോഹൻലാൽ വന്നു അത്ര തന്നെ. കിട്ടില്ല, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് സീൻ എല്ലാം. നല്ല അടിപൊളി സൂപ്പർ മൂവി ആയിരുന്നു. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, മോഹൻലാലിന് ഒരു ബാക്ക് ടു പഴയ ഇതിലിരുന്ന് കാണാം. നല്ല അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. പക്ഷെ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളായിട്ട് മോസസ്. It took a very long time to come back, but yeah, he is capable of still doing this. പക്ഷെ അതിനോട് ആരും തിരിച്ചറിയുന്നില്ല. ഇതാണ് പുള്ളിയുടെ കഴിവ്, ഇതാണ് പുള്ളിയുടെ കാലിബർ. പണ്ടൊരു പുലിമുരുകൻ കാട്ടി ഇറങ്ങി, ഇന്നൊരു ഒറ്റ കൊമ്പ് ഇറങ്ങി. ബെൻസ് നമ്മുടെ തുടരും സിനിമയുടെ റിവ്യൂ. മുണ്ടും മടങ്ങി കുത്തിയ ഇവിടെ ഉള്ള ഒരുത്തരും ഇല്ല ഫ്രണ്ടിൽ. ഒന്നും വേണ്ട, ജസ്റ്റ് ഐസസ് ആണ്. പുള്ളിയുടെ കണ്ട ഒരു സിനിമ കണ്ടിട്ട് ഒരുപാട് നാളെ വെരി 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 ടച്ചിങ്. ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ ശക്തി, ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ആനയെ പോലെ അദ്ദേഹത്തിന്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. ആനയെ പോലെ കംപ്ലീറ്റ് രോമാഞ്ചം. ഒരു രോമാഞ്ചം വീഡിയോ അത് തന്നെ. എന്താലേ ഇതൊക്കെ എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. ഒരു വീഡിയോ കൂടെ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സാധനം നിങ്ങളൊന്നും മനസ്സിരുത്തി ആലോചിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ, നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ജയറാമേട്ടനും ദിലീപേട്ടനും എല്ലാവരും, അയ്യോ നമ്മുടെ മണിച്ചേട്ടനൊക്കെ ഒരു രക്ഷയില്ല. എന്താ പറയാ. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ. ഞങ്ങൾ അവസാനമായിട്ട് ബാസിലൂടെ അഭിനയിക്കുന്ന സിനിമ ഹരികൃഷ്ണൻ സാർ. ഹരി മോഹൻലാൽ കൃഷ്ണൻ. കിണ്ണന്റെ ഹരയും ഹരയുടെ കിണ്ണനും ഇപ്പോഴും ഇവിടെ ഉണ്ട്. നിങ്ങൾ പറയും കിണ്ണം പറ. വലിയ കാമദേവനാണ്. ആ വിടവുള്ള പല്ലും മോണ കാട്ടിയുള്ള ചിരിയും ആനെ വലിച്ചു കേട്ടാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ഏത് പെണ്ണ് വരുമെന്ന എന്താ ആ മപ്പങ്ങ കൗളും കലിങ്ങിയ മൂക്കും പിന്നെ ആമവാദ പിടിച്ചതായി തോളും തൂക്കിയിട്ടുള്ള നടപ്പ് കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും. അങ്ങ് ഇരുത്തും എന്റെ കിണ്ണ ആ മൂക്കും ഏതെങ്കിലും വലിയ ആളാണ്. കണ്ണാടി നൈസായിട്ട് കണ്ണാടി എടുത്തു. ആ സീൻ തീർന്നീനല്ല, നൈസായിട്ട് കണ്ണാടി എടുത്തിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ കാണിച്ചൊരു പോക്കുണ്ട്. കൊള്ളാലേ. എന്റെ പൊന്നു, പകരം വെക്കാനില്ലാത്ത അഭിനയ എന്താ കുലപതികൾ. എനിക്ക് കിട്ടിയ ഡയലോഗാണ് കേട്ടോ. ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഒന്നും പറയാനില്ല, തീർന്നു. എൻ്റെ ഒരു ഫീലിങ്സാണ് ഞാൻ നിങ്ങൾക്ക് അങ്ങ് തന്നത്. ഓറ. അപ്പം ഈ വീഡിയോയും ഇത്രേ ഉള്ളൂ. അതെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.